ഹായ്. പല പഠിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് ഭാവി പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒന്നും തീരുമാനിച്ചിട്ടില്ല, അവരോട് ചോദിക്കട്ടെ, ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ പോകണമെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ പറയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കൃത്യമായിട്ട് കാണുക, പ്രാവർത്തികമാക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സ്റ്റേ ഫോക്കസ്ഡ് എന്നുള്ളതാണ്. ഈ എക്സാമിൻ ഏത് ഗ്രേഡ് ഞാൻ വാങ്ങും എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക, നിങ്ങൾ ഏത് ഗ്രേഡ് വാങ്ങും. രണ്ടാമത്തെ കാര്യം, ഇത് കഴിഞ്ഞാൽ ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഏത് ജോലിക്ക് ഞാൻ പോകും, അല്ലെങ്കിൽ ഏത് മാർഗത്തിലാണ് ഞാൻ തിരിഞ്ഞു നടക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് റൂട്ടിലാണ് ഇനി ഞാൻ സഞ്ചരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ധാരണയും തീരുമാനവും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, മൻ ജദ്ദ വജദ. എവിടെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അവിടെ നമ്മുടെ സഹായം എത്തിച്ചേരും, അവിടെ നമ്മൾ എത്തിപ്പെടുമെന്നുള്ളതാണ്. പ്രശസ്തനായ എഴുത്തുകാരനും ട്രെയിനറും പ്രഭാഷകനുമായിട്ടുള്ള ടോണി റോബിൻസിൻ്റെ വാക്കുകൾ നോക്കാം. വേർ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ് എന്നാണ്. അതായത് എവിടെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അവിടെ നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പഠനത്തിലാണ്, വായനയിലാണ്. എങ്കിൽ നമ്മുടെ ശ്രദ്ധ ഈ പറയുന്നതിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, സ്റ്റേ ഫോക്കസ്ഡ്. താങ്ക് യു.